നമ്മുടെ സമ്മർ വെക്കേഷൻ സീരീസിലെ ഡേ 5 വിശേഷങ്ങളായിട്ടൊന്ന് കാണാൻ പോകുന്നത്. ഇന്ന് ഞാൻ പതിവിലും താമസിച്ചാട്ടോ എഴുന്നേറ്റത്. കാര്യം എനിക്ക് നല്ല രീതിക്ക് നടുവേദന അങ്ങ് മൂർധന്യ അവസ്ഥയിൽ കയറി നിൽക്കുവാണ് കേട്ടോ. ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു രാവിലെ എഴുന്നേറ്റ് പാടെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് വാമപ്പൊക്കെ ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യുവാണ് കേട്ടോ. ഈ വാമപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ജിമ്മിൽ പോയ സമയത്ത് അവിടുത്തെ ട്രെയിനേഴ്സൊക്കെ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബോഡിക്ക് പെയിനൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ മുതൽ ഇതുപോലെ കറണ്ട് വരും, കറണ്ടല്ല വോൾട്ടേജ് വരും, വോൾട്ടേജ് പോകും, വോൾട്ടേജ് വരും പോകും, അങ്ങനെ ഫുൾ ഒരു ഉച്ച വരെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മച്ചി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പാലും ചായയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നേരെ ചെന്ന് ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇന്നിപ്പോൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് നടുവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസമൊക്കെ റെസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയാവും നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെയൊക്കെ നടുവേദന വരുന്ന സമയത്ത് ഓടിപ്പോയിട്ട് തീരുമാനമായിട്ട് പോയിരുന്നു കേട്ടോ. പിന്നെ ജിമ്മിലൊക്കെ പോയതിന് ശേഷമാണ് ഈ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അത് ചെയ്യുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ നേരെ പോയിട്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബേസിക്കായിട്ട് ചെയ്യുന്ന എല്ലാം ചെയ്തു. തല ഞാൻ ഒരു 3-4 ദിവസം കൂടുമ്പോഴേ നനയ്ക്കാറുള്ളൂ. പിന്നെ കനാലിൽ പോകുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ നനഞ്ഞ് പോകുമ്പോൾ അങ്ങ് കുളിച്ചങ്ങ് കയറും കേട്ടോ. അപ്പോൾ മുടി കുറച്ച് നീളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വളരട്ടെന്ന് വിചാരിച്ച്. എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ വളരാൻ നല്ല സമയം എടുക്കും. താഴോട്ടങ്ങ് നീളം കുറച്ച് പാടാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചുരുണ്ട് കയറി നിൽക്കും കേട്ടോ. പിന്നെ കളറൊക്കെ അടിച്ചപ്പോൾ ആ ഒരു മുടീൻ്റെ ഒരു ലുക്ക് അങ്ങ് മാറിയെന്ന് കുറേ പേരായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കും തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കാണെങ്കിൽ ഒരു കണ്ണിങ്ങനെ തീരെ കുഞ്ഞിതായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ ഇന്നലെ എന്തോ ഒരു പ്രാണി എന്തോ കയറിയിട്ട് ഇങ്ങനെ ഭയങ്കര നീരായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുവാണേ. അപ്പോൾ ഫുൾ ഡേ ലീവ് പറഞ്ഞ ആദ്യമേ, പിന്നെ രാവിലെ എവിടെ പോകേണ്ടി വന്നുകൊണ്ട് ഹാഫ് ഡേ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ അമ്മച്ചിക്ക് എടുത്ത് വെച്ച് ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ മരുന്ന് കാണിട്ട് ഞാൻ കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പോൾ രാവിലെ തന്നെ ഫാർമസിയിൽ ചേച്ചി കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഇപ്പോൾ കഴിച്ചില്ലേ പിന്നെ ഞാൻ എപ്പോഴത്തേയും പറയണ പോലെ തന്നെ ഉച്ചയാകും കഴിക്കുമ്പോൾ. ഇന്നാണെങ്കിൽ ഞാൻ ലാബിൽ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെയുള്ള കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അവൾ 2 ദിവസമായിട്ട് ലീവായിട്ട് പിന്നെ ഇന്ന് വന്നേ ഉള്ളൂ. ഇന്നാണ് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ വൈകിട്ടാകുമ്പോഴേക്കും മഴക്കാർ കയറുമെന്നൊക്കെ ഓർത്തു. കാര്യം നമുക്ക് കനാലിൽ പോകണമല്ലോ. അങ്ങനത്തെ വൈകിട്ടായപ്പോഴേക്കും ഇറങ്ങി വീട്ടിൽ വന്ന പാടെ അമ്മച്ചെന്ത് ചേനയൊക്കെ ഒന്ന് നടാൻ പോകുമായിരുന്നു കേട്ടോ. അകത്തോട്ട് കയറിയ പാടെ തെച്ചൂട്ടിക്ക് ഈ കണ്ണുമിട്ട് കൈയോടെ കൊടുത്തു കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ ഇതെനിക്ക് ഇന്ന് വന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ പൊന്നെ അടിപൊളി, ഇട്ടും കൂടെ നോക്കിയപ്പോൾ കളർ ഇഷ്ടപ്പെട്ടു. പക്ഷേ ചെറുതായിട്ട് പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുണ്ട് താഴത്തെ ചുണ്ടുണ്ട്. ആ ഒരു അവസ്ഥയെ ഞാൻ അപ്പം തന്നെ മാച്ച് കളഞ്ഞു കേട്ടോ എൻ്റെ പൊന്നെ. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ആർക്കും. എനിക്കിപ്പോൾ സൂട്ടബിൾ ആയില്ല, എല്ലാവർക്കും അത് ചേരുന്ന അറിയത്തില്ല. എന്നാലും വേണ്ട, ഞാൻ എൻ്റെ ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കനാലിലേക്ക് വന്നപ്പോൾ പകുതിയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷകരം. ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നീന്താനൊക്കെ ഒന്ന് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം നീന്തി ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ നീന്തലൊക്കെ പഠിച്ച് തുടങ്ങിയത് കേട്ടോ. പല്ലുക്കുട്ടിനെ ദച്ചുട്ടിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ നീന്താനായിട്ട്. നല്ല പേടിയാണ് വെള്ളം കണ്ട 2 പേർക്ക്. എന്നാണ് ഞാൻ എൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ ചുമ്മാ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. അതൊന്നും പറ്റിയില്ല, മുങ്ങിപ്പോവായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറ്റി കിട്ടും. അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറാനായിട്ട് പാട്. ഞങ്ങൾ കയറാനും പാടാണ്ട് പിള്ളേരെ കയറ്റിക്കൊണ്ട് വരാനും പാടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ അമ്മച്ച് കത്തിച്ചു. പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ ഫുൾ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. കാര്യം കളിപ്പാട്ടങ്ങളൊക്കെ അലപ്പായി കിടക്കുമായിരുന്നു. എല്ലാം ഒതുക്കി വെച്ചത് 2 പേരും ഉറക്കുവാണ് കേട്ടോ. വെക്കേഷൻ ആണെങ്കിൽ പോലും ഈ ഒരു 10 മണി കഴിയുമ്പോഴേക്കും 2 പേരും ഉറക്കാൻ കയറ്റും കേട്ടോ. അങ്ങനെ ദച്ചുട്ടിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള നമുക്ക് നാളെ കാണാം.